ശരിക്കും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലേ. കറക്റ്റ് ഒരു നല്ല ഇപ്രാവശ്യം നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യാത്ര പോകാൻ കേട്ടോ. അതായത് 237 ചതുരശ്ര കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധമായ ട്രോപ്പിക്കൽ മഴക്കാടുകളിൽ ഒന്നായിട്ടുള്ള സൈലന്റ് വാലിയിലേക്ക്, അതും നമ്മുടെ KSRTC ബസ്സിൽ. പോയാലോ? ഹലോ, ഹായ്. ഞങ്ങളൊരു ടൂർ പോകാൻ കേട്ടോ. കുറേ ദിവസമായില്ല നമ്മൾ ഒരുമിച്ച് ടൂർ പോയിട്ട്. വേറെ എങ്ങോട്ടല്ല, നമ്മൾ സൈലന്റ് വാലിക്ക് പോകാൻ കേട്ടോ, നമ്മുടെ KSRTCയിൽ. അപ്പോൾ രാവിലെ 7 മണിയാകുമ്പോൾ മണ്ണാർക്കാട് KSRTC സ്റ്റാൻഡിൽ എത്താൻ പറഞ്ഞാണ്. ഈ ടൂറിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഫെബിന്റെ പ്ലാനാണ്. ആക്ച്വലി ഫെബി ഒറ്റയ്ക്ക് പോകാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, ഫെബി ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായി. ഞാൻ പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ അവൾക്ക് ഫ്രണ്ട്സിന് ആരും കിട്ടിയില്ല. അത് പ്ലാൻ ആയില്ല. പക്ഷെ അവള് 2 പേർക്കുള്ളതാണ് ബുക്ക് ചെയ്തിട്ടു. ഇനി ഏതെങ്കിലും ഫ്രണ്ട് ലാസ്റ്റ് ആവുകയാണെങ്കിൽ പോവാച്ചിട്ട്. പക്ഷെ അവർക്ക് എന്നെ തന്നെ കിട്ടിയുള്ളൂ. ലാസ്റ്റ് നിവൃത്തിയില്ലാതെ എന്നെ കൊണ്ട് പോവാണ്. അങ്ങനെ ഇപ്പൊ നമ്മള് രാവിലെ വീട്ടിൽ ഒരു 6 മണിക്ക് പുറപ്പെട്ടിട്ടോ. 7 മണിയാകുമ്പോൾ അവിടെ എത്താൻ പറഞ്ഞാണ്. ഇപ്പൊ 6:45. KSRTC സ്റ്റാൻഡ് എവിടെ കഴിഞ്ഞ? മണ്ണാർക്കാട് KSRTC സ്റ്റാൻഡ് തെരഞ്ഞ് കണ്ടുപിടിക്കണം കേട്ടോ. നമ്മൾ അട്ടപ്പാടി റോഡിന് പോരുമ്പോൾ കുറച്ച് അകത്തേക്ക് പോയിട്ടാണ്. ഈ കണ്ടിരുന്നോ ഇന്നേ വരെ? ഇല്ലല്ലോ, ഒരു മണ്ണാർക്കാടുകാരിയാണ്. എവിടെയോ പാർക്കിംഗ് സ്പേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതെവിടെ? ഇതാ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളതായിരിക്കും. ഇതാട്ടോ, നമുക്ക് പോകാനുള്ള വണ്ടി റെഡിയാണ്. KSRTC ഫാസ്റ്റ് പാസഞ്ചർ ഉല്ലാസയാത്ര. പറയൂ മാഡം, എന്താണ് താങ്കളുടെ ഈ ടൂറിന്റെ ഉദ്ദേശം? അതായത് നമ്മൾ പോകുന്നത് സൈലന്റ് വാലിക്കാണ് കേട്ടോ. സൈലന്റ് വാലിക്ക് ഫെബി പോയിട്ടില്ല. പിന്നെ KSRTC ടൂറിലും ഫെബി പോയിട്ടില്ല. ഞാൻ 4-5 പ്രാവശ്യം സൈലന്റ് വാലി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ ഏത് ബസ്സായിരിക്കുമെന്ന്. അപ്പോൾ ചുവന്ന ബസ് തന്നെയാണ്, ചുവപ്പ് ബസ്സാണ് ത്രില്ല് അല്ലേ? അപ്പോൾ ഈ ബസ് തന്നെയാണ്. സന്തോഷമായി. എന്നാൽ കയറിയല്ലോ, എല്ലാവരും കയറി. പക്ഷെ ഡ്രൈവർ കയറിയിട്ടില്ല കേട്ടോ. ഫെബി ഏറ്റവും ബാക്കിലെ സീറ്റിൽ പോയി ഇരിക്കുന്നുണ്ട്. ചുരം റോഡ് എപ്പോഴും മോശമാണ്. റോഡ് എന്തായിരിക്കും അറിയില്ല. അല്ല, കുലുങ്ങി കുലുങ്ങി പോവാൻ പണ്ട് നമ്മള് കുട്ടികളാകുമ്പോ അങ്ങനെയല്ലേ ബസ്സിൽ. രസമായിട്ടത്. നമ്മൾ ഏതൊക്കെ രാജ്യത്തൂടെ എങ്ങനത്തെയൊക്കെ യാത്ര നടത്തിയിട്ടെങ്കിലും ഇങ്ങനെ ഒരു KSRTC ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ഒരു ഫീൽ അല്ലേ? ഇപ്പൊ ഇങ്ങനെ ഈ പാക്കേജ് ഉല്ലാസയാത്ര KSRTCയുടെ ഇങ്ങനെ കാണുമ്പോൾ കുറേ ആയിട്ട് വിചാരിക്കണതാണ്. പിന്നെ പെട്ടെന്നാണ് ഈ ഒരു ഡേറ്റ്. അപ്പൊ ഒന്നും നോക്കില്ല, വേഗം അങ്ങോട്ട് ബുക്ക് ചെയ്തു. ആക്ച്വലി ഞാൻ യാത്ര കഴിഞ്ഞിട്ട് ഇന്നലെ വന്നോളൂ. ഇന്ന് വീണ്ടും അടുത്ത ട്രിപ്പ്. എന്നാലും സന്തോഷമുണ്ട്. നമുക്ക് തുടങ്ങിയിട്ടില്ല, അപ്പൊ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. രസമായിരിക്കും അല്ലേ? ഇത് കണ്ടക്ടർ കയറിയിട്ട് ഹാജർ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളി തന്നെ പറഞ്ഞത് പോയി ഹാജർ എടുക്കട്ടെ എന്നാ പോയത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി എടുത്തു. ചുരം കയറി എത്തുന്ന മുക്കാലി വരെയുള്ള 20 കിലോമീറ്ററാണ് ആദ്യം നമുക്ക് ബസ്സിൽ പോകാനുള്ളത്. ആദ്യത്തെ കുറച്ച് കിലോമീറ്റർ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഫെബിയുടെ ചാടി പോകാനുള്ള ആഗ്രഹം ശരിക്കും അങ്ങോട്ട് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പ് അംഗങ്ങളൊക്കെ സ്വയം പരിചയപ്പെടുത്തി. ചിലരൊക്കെ പാട്ടൊക്കെ പാടി. ഈ റോഡും ഇത് ചെന്നെത്തുന്ന അട്ടപ്പാടിയും എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. ഒരു കാലത്ത് മിക്ക വീക്കെൻഡുകളും അട്ടപ്പാടിയിലേക്ക് കയറുന്നൊരു ശീലമുണ്ടായിരുന്നു. വെറുതെ മുന്നിൽ കണ്ട റോഡിലൂടെ പോയി ഏതെങ്കിലും ഒരു കുന്നിന് മുകളിൽ ചെന്ന് കുറേ നേരം കാറ്റുകൊണ്ടിരുന്ന് തിരികെ പോരും. എത്ര പ്രാവശ്യം പോയാലും വീണ്ടും ഒരിക്കൽ പോകുമ്പോൾ മുൻപ് കാണാത്തൊരു വഴിയും അത് ചെന്നെത്തുന്ന മനോഹരമായൊരു സ്ഥലവും അട്ടപ്പാടി നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരും. അതുകൊണ്ട് തന്നെ ഓരോ അട്ടപ്പാടി യാത്രയും പുതുമയുള്ള അനുഭവങ്ങളാവും. മുള്ളി റോഡ് ഓപ്പണായിരുന്ന കാലത്ത് ഊട്ടിയിലേക്കും പല പ്രാവശ്യം ഈ വഴി പോയിട്ടുണ്ട്. പഴയ അട്ടപ്പാടി ഓർമ്മകൾ അയവിറക്കി ബസ്സിൻ്റെ മുൻഭാഗത്ത് റോഡിലേക്ക് നോക്കിയിരിക്കെ നമ്മളങ്ങനെ 9ാം വളവിലെത്തി. ഇറങ്ങുമ്പോൾ കണ്ടോ ഭയങ്കര ആഴത്തിലേക്കാണ്. അതായത് അട്ടപ്പാടിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഷോട്ടാണ് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ഈ റോട്ടിൽ കൂടി KSRTC ഇങ്ങനെ വളഞ്ഞിങ്ങനെ കയറി പോകുന്നത്. അതൊരു ഭയങ്കര ഭംഗിയാണ്. പറ 9ാം വളവ്. അട്ടപ്പാടിക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് നിർത്തി ഫോട്ടോ എടുത്തില്ലെങ്കിൽ അങ്ങോട്ട് എൻട്രി ഇല്ല എന്നാണ്. എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ.
നമ്മൾ ഈ വഴി പാസ് ചെയ്യുമ്പോൾ എപ്പോഴും നിർത്തി ഫോട്ടോ എടുക്കുകയും കുറച്ച് നേരം കാറ്റൊക്കെള്ളും ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ എനിക്ക് വേറൊരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും കാണുകയും പറയുകയും ചെയ്യുന്നൊരു കാര്യമാണ്, ഇവിടെ നിന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ ഈ ചെറിയ കടകളൊക്കെ ഉണ്ടാവും, ഐസ്ക്രീമും മറ്റ് സ്നാക്സൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിച്ചിട്ട് ആൾക്കാർ ഈ വേസ്റ്റൊക്കെ താഴേക്ക് ഇട്ടിരുന്നു പണ്ടൊക്കെ. കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര കച്ചറായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസും മറ്റ് കവറുകളൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര നീറ്റാട്ടോ, ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷമുണ്ട്. ഹാറ്റ്സ് ഓഫ്, ആരാണ് ചെയ്തെങ്കിലും കൊള്ളാം. പിന്നെ ഇപ്പോൾ ആൾക്കാരും തന്നെ ഇപ്പോൾ ഇടുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കച്ചവടക്കാരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ വേസ്റ്റ് ഇടാനുള്ള ബിന്നും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അടിപൊളി. നമ്മളും പുരോഗമിക്കുന്നുണ്ട് സാംസ്കാരികമായിട്ട്. ഇപ്പോൾ ഇവിടെ ഈ 9ാം വളവിലേക്ക് കയറുന്ന ഭാഗത്ത് ഈ അടുത്ത് വന്ന ഒരു വലിയൊരു ചിത്രമുണ്ട് കേട്ടോ. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് പോയതാണ്. പ്രകൃതിയെ മലിനമാക്കാതെ സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ അടുത്ത കാലത്ത് ചെയ്ത ഒരു ആർട്ട് വർക്കാണിത്. അട്ടപ്പാടിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് നല്ലൊരു സന്ദേശവും ഒപ്പം അട്ടപ്പാടിയുടെ സംസ്കാരവും ജീവിതവും പ്രതിഫലിക്കുന്ന മനോഹരമായൊരു കാഴ്ചയും ഇത് സമ്മാനിക്കും. ആദിവാസി ഭാഷയിൽ എമിത്ത് അട്ടപ്പാടി എന്നാൽ എൻ്റെ അട്ടപ്പാടി എന്നാണ് അർത്ഥം. വേസ്റ്റിൽ കുറച്ച് കുറഞ്ഞെങ്കിലും മൂത്രമൊഴിക്കുന്നതിന് കുറവൊന്നുമില്ല കേട്ടോ, അല്ലേ? നല്ലൊരു സ്ഥലം. ആ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ വികസിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് പിൻവലിക്കുകയാണ്. എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് മൂത്രമൊഴിക്കും. എല്ലാവരും കയറിയിട്ടോ പുറപ്പെടുകയാണ്. അങ്ങനെ 9ാം വളവിൽ നിന്ന് പുറപ്പെട്ട് പിന്നെ ജസ്റ്റ് കുറച്ച് ദൂരമുള്ളൂ, നമുക്കറിയാം. മുക്കാലി എത്തിയിട്ടോ. മുക്കാലി ജംഗ്ഷനിൽ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ആനക്കട്ടി അങ്ങനെ പോവാം കോയമ്പത്തൂർക്ക്. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് സൈലന്റ് വാലിയുടെ ഓഫീസൊക്കെ ഉള്ള ഭാഗത്ത് എത്തിയിട്ടോ. ഇവിടെയാണ് നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫുഡ് എന്താണെന്ന് പറഞ്ഞിരുന്നോ? പുട്ടും കടലയായിരിക്കും അല്ലേ? ഇഷ്ടം പോലെ ആവശ്യത്തിന് കഴിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഒന്ന് കാണിച്ച് കൊടുക്കാം. ഇവിടേക്ക് എനിക്ക് ഭയങ്കര നഷ്ടമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്നൊരു ടൂർ വന്നത് ഇങ്ങോട്ടാണ്. ടൂറല്ല, ആക്ച്വലി നേച്ചർ ക്യാമ്പ്. വഴിയെ പറയാം, കുറേ അനുഭവങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പുട്ടും കടലയും കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് വാങ്ങണം. ഒരു പ്ലേറ്റ് കഴിക്കാമെന്ന് പറഞ്ഞു ഫെബി. കാണുന്നവർ വിചാരിക്കും ഭയങ്കര സ്നേഹം കൊണ്ടാണെന്ന്. അതൊന്നല്ല, ഒരു പ്ലേറ്റ് എടുക്കാൻ മടിച്ചിട്ട് 2 പ്ലേറ്റിൻ്റെ വെയിറ്റ് കൊണ്ട് എടുക്കാതിരുന്നാണ് പറഞ്ഞത്. കേൾക്കുന്നവർ വിശ്വസിക്കണ്ടാവും അല്ലേ? ആ കൊള്ളാം, നല്ല പുട്ടാണ്. ഒരു പ്ലേറ്റ് എടുത്ത് നന്നായി തോന്നുന്നുണ്ട് അല്ലേ? അവനവൻ കഴിച്ച പ്ലേറ്റ് അവനവൻ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഫെബി തീരുമാനം നന്നായി തോന്നുന്നു. അതാണ് ഫുഡ് ഉണ്ടാക്കിയത്. നല്ല ഭക്ഷണമായിരുന്നു. താങ്ക് യു. ഇനി ഉച്ചക്കുള്ള റെഡി ആകൊണ്ടിരിക്കുന്നു അല്ലേ? പേരെന്താ? ഓക്കെ, ശരി ശരി. വാ മളേ. ഒരു സൈഡ് വലിവ്. ഇവിടെ മാങ്ങയുണ്ട്, പഴുത്തിട്ടില്ല. ഇനിയുണ്ടല്ലോ, ഇതിപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ആ മുൻഭാഗമൊക്കെയാണ് ഇതിൻ്റെ ഓഫീസൊക്കെ ആയിട്ട് വരുന്നത്. അവിടെയാണ് വാഷ്റൂം സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി ഇപ്പോൾ ഇനി ആ ഓഫീസിൻ്റെ അങ്ങോട്ട് പോവാണ്. അവിടെ നിന്നാണ് ഇനി നമ്മൾ സൈലന്റ് വാലിക്ക് അകത്തേക്ക് പോകുന്നത്. അത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയിലാണ് കേട്ടോ പോവുക. ഫോറസ്റ്റ് ഡോർമിറ്ററി മുക്കാലി. ഞാൻ പറഞ്ഞ സ്കൂളിൽ നിന്ന് വന്നത് ക്യാമ്പ് അന്ന് താമസിച്ചതിനകത്തായിരുന്നു. 10ാം ക്ലാസ്സിലെ ഓർമ്മകൾ. നമ്മളപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇവിടുന്നാണ് ശരിക്കും സൈലന്റ് വാലിക്ക് അകത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ യാത്ര പുറപ്പെടുന്നത് കേട്ടോ. ഇവിടുന്ന് ജീപ്പിലും നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇവിടുത്തെ നാഷണൽ പാർക്കിൻ്റെ ഒരു ചെറിയ മിനി ബസ് ഉണ്ട്, അതിലും പോകാൻ പറ്റും. ജീപ്പിലൊക്കെ പോകുമ്പോൾ എത്ര ആളുണ്ട് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ചാർജ്. 6 പേരുണ്ടെങ്കിൽ 3600 രൂപയാണ്. 24 പേരുണ്ടെങ്കിൽ ബസ് അലോട്ട് ചെയ്യും. അതിനും ഒരാൾക്ക് 600 രൂപയാണ് വരിക. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ 30 സംതിങ് ആൾക്കാരുണ്ട്. അപ്പോൾ ബസ്സിൽ എല്ലാവരും കൂടി പോകില്ല, ബസ് ഇപ്പം നിറഞ്ഞു. നമുക്കിനി ഒരു ജീപ്പും കൂടി ഉണ്ട്, നമുക്ക് ജീപ്പിൽ കയറാം. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്? കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്? കാടറിയാ കിളി കഥയറിയാ കിളി കരളാലൊരു 22 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് ഈ യാത്ര. ചീവീടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് വന്നതെന്നൊക്കെ ഒരു ഉറപ്പില്ലാത്ത കഥയുണ്ട്. ശരിക്കും പേര് സൈലന്ത്രി എന്നാണ്. ബ്രിട്ടീഷുകാരാണ് സൈലന്റ് വാലി എന്ന് വിളിച്ചത്. 22-ൽ ആദ്യത്തെ 8 കിലോമീറ്ററോളം വെച്ചുപിടിപ്പിച്ച മരങ്ങളും പ്ലാന്റേഷനും ഒക്കെയാണ്. ഇവിടെ താമസിക്കുന്ന ആദിവാസികൾക്ക് ജോലി എടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് കാപ്പിയും കുരുമുളകും ഒക്കെ കൃഷി ചെയ്യുന്നത്. തടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തേക്കും ഈട്ടിയൊക്കെ വെച്ചുപിടിപ്പിച്ചതെങ്കിലും സംരക്ഷിത മേഖലയെ പ്രഖ്യാപിച്ച ശേഷം കുറേ കാലമായിട്ട് ഇവിടുന്ന് മരങ്ങളൊന്നും മുറിക്കാറില്ല. പണ്ട് ഇതൊക്കെ കുതിരകൾക്ക് പോകാനുള്ള വഴി മാത്രമായിരുന്നു.
പോകുന്ന വഴിക്ക് നമുക്കൊരു ആദിവാസി സെറ്റിൽമെൻറ്റ് കാണാൻ പറ്റും താഴെയായിട്ട്. അവിടെ നല്ല വൈദ്യുതിയും നല്ല റോഡുകളൊക്കെ ഉണ്ട്. അവർക്ക് വെള്ളം മലമുകളിൽ നിന്ന് പൈപ്പ് വഴി വന്നിട്ട് വേണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ആൾത്താമസമൊന്നുമില്ല. കുന്തിപ്പുഴയിൽ KCBയുടെ ഒരു ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ഇവിടേക്ക് റോഡ് പണിതത്. പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രക്ഷോഭം കാരണം 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് 1985 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചത്. പിന്നെ മറ്റേത് കണ്ടോ, സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നുണ്ടോ, അത് കപ്പലിന്റെ കൊടിമരത്തിനായിട്ട് പുന്നപ്പ എന്ന് പറയുന്ന മരമാണ്. കുറച്ച് പോയതിനു ശേഷം നമ്മൾ അവിടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് ജസ്റ്റ് കുറച്ച് കാഴ്ചകൾ കാണാനാണ്. അവിടെയുള്ള ചില മരങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നു. ഈ കപ്പലിൻ്റെ കൊടിമരം ആയിട്ട് ഉപയോഗിച്ചിരുന്ന മരം എന്ന് പറഞ്ഞിട്ടൊരു മരം കാണിച്ചു തന്നു കേട്ടോ. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഈ വെടിപ്ലാവ് എന്ന് പറയുന്നൊരു മരമുണ്ട്. അതായത് നമ്മുടെ ഈ സിംഹവാലൻ കുരങ്ങിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അതിൻ്റെ ചക്കയാണത്രേ. അപ്പോൾ അതൊക്കെ കണ്ടു. നമ്മുടെ പുറകിലാണ് മറ്റേ മിനി ബസ് ഉള്ളത്. ആ ബസ്സും വന്നു. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിന്നിട്ട് കുറേ കാട് എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക്, അതായത് നേരത്തെ 8 കിലോമീറ്ററോളം നമ്മൾ വെച്ച് പിടിപ്പിച്ച കാടാണ്, അതിന് ശേഷം നാച്ചുറൽ ഫോറസ്റ്റാണ്. ആ ഒരു ഡിഫറൻസ് ശരിക്കും നമുക്ക് മനസ്സിലാവും. ഇവിടെ വരുമ്പോൾ ക്ലൈമറ്റ് മൊത്തം മാറി. ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഫീലുണ്ട്. അറിയാലോ ഇവിടുത്തെ ഈ നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകത, ഒരുപാട് മീറ്റേഴ്സ് 20-30 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഈ മരങ്ങൾക്ക് ബ്രാഞ്ചസ് ഉണ്ടാവുക. കാരണം സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ മരങ്ങളിൽ തന്നെ ആ പ്രത്യേകത നമുക്ക് ശരിക്കും മനസ്സിലാവും. ശരിക്കും വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലേ. കറക്റ്റ് ഒരു നല്ലൊരു തണുപ്പ് ഇങ്ങനെ വരിക, അടിപൊളി ഫീൽ ആട്ടോ. ഞാൻ ഇപ്പൊ എന്താ തിരയണേന്നറിയോ, ഈ മരം പറഞ്ഞു കൊടുത്തില്ലേ മറ്റേ ചക്ക, ആ ചക്ക ഉണ്ടോ തിരയാ. പക്ഷെ അതിന്റെ അവിടെ ആയിരിക്കും. ചക്ക എനിക്ക് ഇഷ്ടമല്ലേ. മലയാണ്ണാന്റെ സൗണ്ട് വന്ന സമയത്ത് നമ്മൾ ശരിക്കും കേട്ടു കേട്ടോ, പക്ഷെ അവിടെ കാണുന്നില്ല. കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി ഇനിയും ഒരാറു കടക്കേണം, കിളി ഈറനുടുത്തു നടക്കേണം. ഇതൊരു കാട്ട് പ്ലാവാണ്. ഒരു 100-250 വർഷത്തിന്റെ അടുത്ത് പഴക്കമുണ്ട്. കുറച്ചുകൂടി ദൂരം പോകുമ്പോൾ നമ്മൾ ഒന്നുകൂടി നിർത്തി. ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ട്. അതായത് 20 പേർക്ക് ഇവിടെ വന്ന് താമസിച്ചിട്ട് ട്രക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അതിൻ്റെ പെയ്ഡ് പരിപാടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിർത്തിയാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴി ഡ്രൈവർ നമുക്കൊരു പ്ലാവ് കാണിച്ചു തന്നിരുന്നു അല്ലേ. അതായത് 250ഓളം വർഷം പഴക്കമുള്ള പ്ലാവ് എന്ന് പറഞ്ഞിട്ട് കാട്ടുപ്ലാവാണ് കേട്ടോ. അതിൻ്റെ അതേ സാധനം വേറെ ഒന്നും ഇവിടെ ഉണ്ടേ. പക്ഷേ വലിയ പ്ലാവാണെങ്കിലും ചക്ക ഒരുപാട് ചെറുതാണ് കേട്ടോ. കണ്ടോ, കുഞ്ഞു ചക്കകളാണ്. പക്ഷേ നമ്മളെ പ്ലാവിന്റെ പോലെ തന്നെ കാട്ടുപ്ലാവ്. ഈ ചക്ക കഴിക്കാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം? പക്ഷെ കഴിക്കാനുണ്ടോ ചെറിയ എന്നാലും അതറിയില്ല കഴിക്കാൻ പറ്റുമോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്കിവിടെ 20ഓളം പേർക്ക് വന്നിട്ട് ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അത് മിനിമം 15 പേരുണ്ടെങ്കിലേ ഉള്ളൂ കിട്ടുക. മാക്സിമം 20 പേർക്ക് പറ്റും. ഒരാൾക്ക് 3500 രൂപയാണ് ചാർജ്. 3 പകലും 2 നൈറ്റും ഇവിടെ ചിലവഴിക്കാം. അതായത് നമ്മൾ ആദ്യം മുക്കാലിയിൽ താഴത്തെ ഓഫീസിലെത്തിയാൽ മതി. പിന്നെ അവരിങ്ങോട്ട് കൊണ്ടുവന്നോളും. ഫസ്റ്റ് ഡേ നമ്മളിപ്പോൾ ഈ പോകുന്ന ട്രിപ്പ് പോകും. രണ്ടാമത്തെ ഡേ 7 കിലോമീറ്റർ വൺ സൈഡ്, ടോട്ടൽ 14 കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട്. അത് സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ മുമ്പ് ഒരിക്കൽ അങ്ങനത്തെ ഒരു ട്രക്കിംഗ് ഈ കാട്ടിക്കൂടി പോയതാണ്. നൈസ് എക്സ്പീരിയൻസ് ആണ്. അതായത് സൈലന്റ് വാലി നിത്യഹരിത വനത്തിലൂടെയുള്ള ട്രക്കിംഗ് മികച്ചൊരു അനുഭവമായിരിക്കും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന രീതിയിലുള്ള പരിപാടിയാണ്. സൈലന്റ് വാലിയുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് അത് ഇന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. താമസിക്കാനുള്ള സൗകര്യമാണ് ഈ ബാക്കി കാണുന്നത്. അവിടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയതാണ്. 2013 മാർച്ച് 27-ാം തീയതി ഒരു കടുവ ഒരു ആനേനെ വേട്ടയാടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. അവിടെ എഴുതിയിരിക്കണം എന്താണെന്നറിയോ, ആ ഫോട്ടോൻ്റെ താഴത്ത് കാടിൻ്റെ രാജകുമാരൻ അവൻ്റെ മീനിൽ 8 ദിവസം കൊണ്ടാണ് തിന്ന് തീർത്തതെന്ന്. അതായത് ആ ആനേനെ കൊന്നിട്ട് 8 ദിവസം അതിനെ ഭക്ഷിച്ചു ഇത്രേ ആ കടുവ. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് അവിടെ വെച്ചിട്ടുണ്ട്. എന്നൊരു കണക്കൊക്കെ ഉണ്ട്. എന്താ പറയുക, അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ, അന്നേരം വന്നവളോടോതി അഞ്ചല്ലോ കരിവേടന്മാർ. വഴി തേടും കിളിതിലേവാ, വെയിലാറും വഴി അതിലേ പോ. അങ്ങതിലിങ്ങതിലൂടെ നടന്നാൽ ആരും കാണാ കാടണയാം. വഴി തേടും കിളിതിലേവാ, വെയിലാറും വഴി അതിലേ പോ. അങ്ങതിലിങ്ങതിലൂടെ നടന്നാൽ ആരും
കുറച്ചുകൂടി ദൂരം വന്നപ്പോൾ വീണ്ടും വണ്ടി ഒന്ന് നിർത്തിയിട്ടോ. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം എന്നൊന്നും പറയാനില്ല, ഒരു ചെറിയ പാറയിൽ കൂടി കുറച്ച് വെള്ളം അങ്ങനെ ഒഴുകി വരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. എല്ലാവരും ഇറങ്ങി, എല്ലാവർക്കും ആ വെള്ളത്തിലൊന്ന് മുഖം കഴുകണം, നല്ല ഫ്രഷ് വെള്ളമായിരിക്കുമല്ലോ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മുമ്പിലേക്ക് നടന്നു വന്നതാണ്. നല്ല ഫീലാണ് കേട്ടോ. എത്ര പ്രാവശ്യം വന്നാണെങ്കിലും സൈലൻറ്റ് വാലി വരുമ്പോൾ ശരിക്കും നമുക്ക് വേറൊരു ഫീലാണ്. നിറച്ച ആനയും കാട്ടുപോത്തും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. ആനയും കാട്ടുപോത്ത് മാത്രമല്ല, എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നത് സിംഹം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടാവും എന്നാണ്. പക്ഷേ ഇവിടെ അധികം സ്പോട്ട് ചെയ്യാൻ പറ്റില്ല, മൃഗങ്ങളെ കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഇത് മൊത്തം ഈ കാടിൻ്റെ ഏരിയയിൽ മുഴുവൻ ഇവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളമൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ അലഞ്ഞ് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. അതായിരിക്കും ഇവിടെ അധികം മൃഗങ്ങളെ കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ വർക്ക് ചെയ്യുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ മുമ്പ് പല പ്രാവശ്യം വന്നപ്പോഴും നമ്മളോട് അവർ നേരിട്ട് കണ്ട അനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഒരു 2 ഫോറസ്റ്റ് വാച്ചർമാരാന്ന് തോന്നുന്നുണ്ട്. ഒരു ലേഡിയാണ്, പിന്നെ വേറൊരാളും. നമ്മൾ ആ ടവറിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അവർ ഓടി വരുന്നുണ്ട് കിതച്ചിട്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് അവർ നേരിട്ടൊരു പുലിനെ കണ്ടതാണ്. വഴിയറിയാ കിളി പോകാതെ വിനയേറും വഴി പോകാതെ, വഴിയറിയാ കിളി പോകാതെ വിനയേറും വഴി പോകാതെ, തോഴൻ ചൊല്ലിയതോരാതെ കിളിവേടന്മാരുടെ കൂടെ പോയി. 250 ചതുരശ്ര കിലോമീറ്ററാണ് വരുന്നത് ആകെ. കോർ ഏരിയ ഒരു 90 ചതുരശ്ര കിലോമീറ്റർ, 89.52 സ്ക്വയർ കിലോമീറ്റർ. ബാക്കി ബഫർ സോണാണ് 148 ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ ഓക്കെ. അതിനാ കോർ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണല്ലേ? ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ട, നമ്മൾ കുറച്ചുകൂടി വന്നപ്പോൾ ഇവിടെ ഒരു കവാടം കണ്ടു കേട്ടോ. ഇതാണ് സൈലൻറ്റ് വാലിയുടെ ശരിക്കുമുള്ള ആ ഒരു കോർ ഏരിയ എന്ന് പറയുന്ന ഇന്നർ ഫോറസ്റ്റ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വെൽക്കം ടു സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് എന്നൊരു കവാടം കാണാം നമുക്കിവിടെ. തണുപ്പ് ശരിക്കും അത് ഈ വന്ന കാടൊക്കെ സെമി എവർഗ്രീനും എവർഗ്രീൻ ഫോറസ്റ്റുമാണ്. ഓക്കെ ഓക്കെ. ഇവിടെ വീടുണ്ട്. ചിലപ്പോൾ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. വളരെ കുറവാണ് മറ്റു കാടുകളെ അപേക്ഷിച്ച്. ഇതേ നമ്മളെ ഇവിടെ പോയിട്ട് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ പഴയ കാലത്ത് കല്ല് പൊട്ടിക്കാൻ വേണ്ടി ഓൾസ് ഇട്ടപ്പോൾ ആ ഓൾസിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരികയായിരുന്നു. അപ്പൊ അതിലേക്ക് കണ്ട ഒരു പൈപ്പ് ഇറക്കി വിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് മൊത്തത്തിൽ കുടിവെള്ളമായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. ഇവിടെ നമ്മളെ ആ കല്ലിന്റെ ഉള്ളിൽ നിന്ന്. അതായത് പുറത്തേക്കൊക്കെ ഇങ്ങനെ കൈയിട്ട് കഴിഞ്ഞാൽ തലയിട്ട് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റാട്ടോ. ശരിക്കും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ക്ലൈമറ്റ്. ആ കാട് മാറിയതിൻ്റെ തന്നെയാണ്. ഇപ്പം നമ്മൾ വീണ്ടും ആ ഡീപ്പ് ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. അതായത് സൈലൻറ്റ് വാലിയുടെ കോർ ഏരിയയിലേക്ക് എൻ്റർ ചെയ്തു, ആ കവാടം മുതൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ സ്പോട്ടിലെത്തിട്ടോ. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടം വരെ നമുക്ക് വരാൻ പറ്റുക. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഒരു 1.5 കിലോമീറ്റർ താഴേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ കുന്തിപ്പുഴ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വരില്ല, നിങ്ങളെ മാത്രം കട്ട് ചെയ്യും. നേരം അതെ 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 അതെ. ഓക്കെ ഓക്കെ. ഇതാണ് ടവർ കേട്ടോ. ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 6 പ്രാവശ്യമായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, നമുക്ക് അതിൻ്റെ മുകളിൽ കയറണം. നല്ല രസമുള്ള വ്യൂ ആണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? അതിന്റെ മുകളിലേക്കൊന്നും കയറിയില്ല. മുകളിൽ കയറിയില്ലേ? ഏറ്റവും മുകളിലേക്കൊന്നും കയറിയില്ല. ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിൽ എന്തായാലും കയറണം. നല്ല എക്സ്പീരിയൻസ് ആണ്. പോരണോ? ഞാൻ കൊണ്ടോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. അവിടേക്കൊന്നും വയ്യ. ആരോഗ്യ പ്രശ്നമില്ല, പക്ഷെ ഒരു ധൈര്യം കിട്ടുന്നു. അതായത് ഞാൻ തരാം. ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇല്ലേ, ഇതിലും ചെറുപ്പത്തിലും അത്ര മുകളിൽ കയറിയിട്ടില്ല. മുമ്പ് വന്നിട്ടൊക്കെ ഉണ്ട്, ഒരു പകുതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചെറിയൊരു പേടിയാണെങ്കിൽ അവരതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്താൽ. ഞാനതാ ചോദിച്ചത് കയറണമെന്ന്. പതുക്കെ റിലാക്സ് ചെയ്തിട്ട് കയറിയാൽ മതി. ഭയങ്കര പെട്ടെന്ന് എത്തണം എന്ന് വിചാരിച്ച് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിക്കും. ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ശരിക്കും പിടിച്ച് കയറാൻ പറ്റിയ, സാധാരണ നമ്മൾ വീടിൻ്റെ അകത്തുണ്ടാക്കുന്നത് പോലത്തെ നല്ല കോണിയാണ്. റിസ്ക് ഒന്നുമില്ല, ഈസി ആയിട്ട് കയറാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും പരമാവധി ഇത് കയറാൻ ശ്രമിക്കാം കേട്ടോ. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇത് തന്നെയാണ്. നമുക്ക് ഈ കാടിൻ്റെ നടുവിൽ നിന്നിട്ട് ഈ കാടിനെ അങ്ങനെ വിശദമായിട്ട് ചുറ്റി 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും. ഒരു രക്ഷയില്ല. അടിപൊളിയാട്ടോ. കുഴങ്ങിയോ? ഇല്ല, സാവധാനം കയറിയ കുഴപ്പമില്ല. ഈ പച്ചപ്പ് എപ്പോഴും ഉണ്ട്. അതാണ്
വെയിലുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. വെയിൽ ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വിചാരിച്ചു ഇനിയും കയറാണ്ട് ഇനിയില്ലല്ലേ. പിന്നെ എവിടെ എത്തിയിട്ടില്ല. ഇതിന് ഏറ്റവും ടോപ്പിലാണ് എത്താൻ പറ്റും. അപ്പൊ സ്റ്റെപ്പ് ഇതൊന്നല്ല, ഇതൊരു സ്റ്റെപ്പായിട്ടുള്ളൂ. ചിറകുകുടഞ്ഞു പൈങ്കിളി പുതിയൊരു ചിരിയിലുണർന്നവൾ പാടിപ്പോയി. കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ കാട്ടിത്തരുവേനെല്ലാവർക്കും, കാട്ടിത്തരുവേനെല്ലാവർക്കും. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നല്ല കാറ്റാണ്, ഭയങ്കര രസമുള്ള കാടിന്റെ കാഴ്ചയും. അതായത് ചുറ്റും നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. നമുക്ക് ബോറടിക്കില്ല, എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാൻ പറ്റും. പിന്നെ ചെറിയൊരു തണുപ്പുണ്ട്, കാറ്റുണ്ട്. വെയിലുണ്ട്, പക്ഷെ വെയിൽ ഫീൽ ചെയ്യണില്ല. വെയിൽ ഫീൽ ചെയ്യില്ല. പിന്നെ കാടിന്റെ ഉള്ളിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഈ കാട് കാണുമ്പോണ്ടല്ലോ, നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് മൊത്തത്തിൽ പച്ചയല്ലേ, പക്ഷെ എത്രയോനും കളേഴ്സ് അതിനകത്ത് എപ്പോഴും നോട്ട് ചെയ്യണ കാര്യം പച്ച തന്നെ, പക്ഷെ പച്ചയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ വേരിയേഷൻസ് കാണാൻ പറ്റും. പിന്നെ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കുന്തിപ്പുഴ ഉണ്ടോ, ഈ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കുന്തിപ്പുഴ കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ടാണ് കുന്തിപ്പുഴ ഉത്ഭവിക്കുന്നത്. ഞാൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുമെന്ന് എനിക്കറിയില്ല, ഇവിടെ വന്നാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. 10ാം ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് സ്കൂളിൽ നിന്ന് ടൂർ വന്നത് ഇങ്ങോട്ടാണ്, നേച്ചർ ക്യാമ്പിന്. 50 രൂപയായിരുന്നു. ആ 50 രൂപ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വണ്ടിയുടെ ചാർജാണ്. അന്ന് ഞങ്ങൾ ഈ കുന്തിപ്പുഴയിൽ പോയിട്ട് അവിടെ നിന്ന് കുളിച്ചിട്ടുണ്ട്. കുളിക്കുമ്പോണ്ടല്ലോ മാഷന്മാർ പുറത്തുനിന്ന് ഈ ബ്രെഡില്ലേ, കട്ട് ചെയ്യാത്ത ബ്രെഡിൻ്റെ നടുവിൽ കട്ടിയിട്ട് ഒരു പീസ് ഓരോ കുട്ടിക്ക് ഇങ്ങനെ ഇട്ട് തരും. ഞങ്ങൾ വാങ്ങിച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ പിച്ചിട്ട് ഈ പുഴയിൽ മുക്കിയിട്ട് ഞങ്ങൾ പുഴയിൽ കുളിച്ചോണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് പ്രത്യേകത ഉണ്ടല്ലോ, മലിനമാക്കപ്പെടാത്ത നദി. അതെ, അൺടച്ച്ഡ് റിവറാണ്. കുറെ ദൂരം കുന്തിപ്പുഴ, എത്രയോ കിലോമീറ്റർ ദൂരം കുന്തിപ്പുഴയിൽ ആരും തൊടുന്നില്ല. അങ്ങനെ ഫ്രഷ് വാട്ടറാണ്. അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അനുഭവം പറഞ്ഞു നിന്നപ്പോൾ ഒരു കാര്യം ഓർത്ത്, എല്ലാവരും പോയി ചായ കുടിക്കണം. എല്ലാവരും പോയിട്ടോ താഴേക്ക് ഇറങ്ങാം. താഴേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണേ, അത്യാവശ്യം സ്ലിപ്പാകുന്നത് മാത്രമല്ല നല്ല കുത്തനെയാണ്. നിങ്ങൾക്ക് 2 സൈഡും പിടിക്കാം, എനിക്കൊരു സൈഡേ പിടിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ ക്യാമറയുണ്ട്. ഒരേ സമയം 12 ആളുകൾ കൂടുതൽ കയറാൻ പാടില്ല എന്നതിൻ്റെ ബോർഡുണ്ട് കേട്ടോ. അതൊന്നും നോക്കാനും ഇവിടെ ആളുണ്ട് തോന്നുന്നില്ല, നമ്മൾ തന്നെ സ്വയം കൺട്രോൾ ചെയ്യേണ്ടി വരും. അവിടെ ഒരു ശിലാഫലകം ഉണ്ട് കേട്ടോ. അതായത് 1985 അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയാണ് കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് താഴെ പോയിട്ട് ചായ കുടിക്കണം. എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ഒരു ഓഫീസുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറേ ഇൻഫർമേഷൻസൊക്കെ കിട്ടും. കുറച്ച് ചെറിയൊരു ഗാർഡൻ ഉണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട്. ഇതേ ഈ വഴിക്ക് ഇങ്ങോട്ട് പുഴയിലേക്ക് ഇറങ്ങാൻ കേട്ടോ എല്ലാവരും. അപ്പം നമ്മളും അങ്ങോട്ട് പോവുകയാണ്. വരുന്ന വഴിക്ക് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ സിംഹവാലൻ കുരങ്ങുകളുണ്ട്. നമുക്കറിയാം സൈലന്റ് വാലിയിലാണ് ഏറ്റവും കൂടുതൽ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ പറ്റുക. ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണം ഈ സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. പിന്നെ കാടും സംരക്ഷിക്കണം എന്നുള്ള കാരണം കൊണ്ടാണ് ആ പദ്ധതി ഉപേക്ഷിച്ചത് കേട്ടോ. കുറച്ച് ദൂരം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു ഷെഡ് ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് 10 മണി ചായ കിട്ടുന്നത്. ചായക്ക് വേറെ എന്തെങ്കിലും കഴിക്കാണ്ടോന്ന് അറിയില്ല. ഉച്ചഭക്ഷണം തിരിച്ച് നമ്മൾ അവിടെ മുക്കാലി ചെന്നതിന് ശേഷമാണ് കേട്ടോ. കിട്ടിയോ? സന്തോഷമായില്ലേ? ഇലയട ഉണ്ട്, ചായ ഉണ്ട് കേട്ടോ. ഫെബി എന്തോ ഒരു കാര്യം പറഞ്ഞേ, എന്തോ ഒരു ഇലയുടെ കാര്യം പറഞ്ഞേ, കാട്ടുപൂവേ. നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ വരുന്ന വഴിക്ക് ഈ കാട്ടുകൂവ എന്ന് പറഞ്ഞിട്ട് കുറേ ഈ ചെടി കാണിച്ചിരുന്നു കേട്ടോ നമ്മുടെ ഡ്രൈവർ. അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു അതിൻ്റെ ഇലയിലാണ് നിങ്ങൾക്ക് അട ഉണ്ടാക്കി തരിക എന്നുള്ളത്. പക്ഷെ ഞാൻ ആ കാര്യം മറന്നിരുന്നു. ഞാൻ വെറും ചായ ആയിരിക്കുന്ന വിചാരിച്ചു. ശരിക്കും ഈ കാട് അനുഭവിച്ചുകൊണ്ട് ഒരു നടത്തം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പോക്കിൻ്റെ ഉദ്ദേശം. താഴത്ത് കുന്തിപ്പുഴ ഉണ്ട്, അപ്പോൾ ആ കുന്തിപ്പുഴയുടെ അവിടം വരെ പോവുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ പോയിട്ടുണ്ട്. 1.5 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. തിരിച്ചു വരുമ്പോഴത്തേക്കും മൊത്തം 3 കിലോമീറ്റർ നടക്കേണ്ടി വരും. ഇവിടുന്നാണോ? ഓക്കെ. നമ്മൾ നേരത്തെ ഒരു ആനയെ കടുവ പിടിച്ചത് കണ്ടില്ലേ, ഒരു ഫോട്ടോ കണ്ടില്ലേ? അത് ആക്ച്വലി ഈ ഒരു വളവിലാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് അത്ര ആനേനെ കടുവ പിടിച്ചത്. ആ മരത്തിൽ വെച്ച ഒരു ക്യാമറയിലാണ് അത്ര ഇത് കുടുങ്ങിയത് കേട്ടോ. ക്യാമറ ട്രാപ്പിലാണ് അത് കുടുങ്ങിയത്. നല്ല വൃത്തിയിൽ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കടുവ ആ ആനേനെ 8 ദിവസം
ഭക്ഷണമാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. വഴി അടിപൊളിയാണ്. വഴി അടിപൊളിയാണ്, പക്ഷെ ആരും കാഴ്ചയൊന്നും കാണുന്നില്ല, എല്ലാവരും താഴേക്ക് നോക്കിയിട്ട് നടക്കുന്നത്. അത്യാവശ്യം അട്ടയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ കുന്തിപ്പുഴയുടെ അവിടെ എത്തിയിട്ടോ. താഴെ ഇങ്ങനെ പുഴ കാണാൻ പറ്റുന്നേ ഉള്ളൂ, നമുക്ക് അടുത്തേക്ക് പോകാനോ ഇറങ്ങാനൊന്നും കഴിയില്ല. മുമ്പ് അവിടുന്ന് ഇങ്ങോട്ടൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു, അത് 2018 ഫ്ലഡിൽ പോയതാണ്. ആദ്യം താഴെ ആ ഭാഗത്ത് തോന്നുന്നു കേട്ടോ ആ പാലം, അത് പൊളിഞ്ഞു പോയി. ഇപ്പോൾ ദാ പുതിയ തൂക്കുപാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ആ ഭാഗത്തൊക്കെ പോയിട്ട് പുഴയിലിറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് 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 നമ്മൾ തിരിച്ച് നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്ത് ആ ഭാഗത്തിന് എത്തിയിട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ വേറൊരു കാര്യം പറയുന്നത്, ലേലുവല്ലു നമ്മുടെ ഐഫോണിൻ്റെ ചാർജ് കഴിഞ്ഞ് ഞാൻ ഈ പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയി. വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും ഈ പവർ ബാങ്ക് കേബിളിൻ്റെ പോക്കറ്റിലുണ്ടാവും. പക്ഷേ വണ്ടിയിൽ വെച്ചു, ബാഗ് വണ്ടിയിൽ വെച്ചില്ലേ? ബാഗ് വണ്ടിയിൽ വെച്ചാൽ ഞാൻ എടുക്കാറുണ്ട്, പക്ഷേ മറന്നുപോയി. അത് കാരണം നമ്മൾ വേറൊരു ഫോണിലാണ് താഴേക്ക് പോയതൊക്കെ ഷൂട്ട് ചെയ്ത് കേട്ടോ. അതൊട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല, സോറി. പക്ഷേ ഫെബി നല്ല തിരക്കിലായിരുന്നു കേട്ടോ. ഫെബി മലയാള ഭാഷ പദസമ്പത്തിലേക്ക് പുതിയ വാക്കുകളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ ശ്രമത്തിലായിരുന്നു. ആനപ്പിണ്ടം കണ്ടുവരുന്ന വയ്ക്കുക, അപ്പോൾ പറയാണ് ആനച്ചാണകന്ന്. ഞാൻ പറഞ്ഞില്ല അത് വീഡിയോയിൽ പറയരുത്. വീഡിയോ പറഞ്ഞിട്ടില്ലല്ലോ, റെക്കോർഡിംഗ് അല്ല. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ എത്തി. നമുക്ക് 5 മിനിറ്റ് റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. നല്ലതാണ് ശരിക്കും, നമുക്ക് ഈ കാടിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും ആ നടത്തത്തിൽ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്താണെന്ന് അറിയോ, അവിടെ ഇപ്പോൾ ഈ മരാമത്ത് പണികൾ നടക്കുകയാണ്, അതുകൊണ്ട് അവിടെ ഒരു ഫീലില്ല. അത് വേണം. ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് എൻജോയ് ചെയ്യാം. കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നു തോന്നുന്നു അല്ലേ? കുറെ പേര് വന്നില്ല, പക്ഷെ അവിടെ പോണം. തിരിച്ച് കയറുമ്പോൾ അത്യാവശ്യം നല്ലോണം കലറി കുറെ കത്തിപ്പോവും, നല്ലോണം വേർക്കും. അറിയോ, പെട്ടെന്ന് ആ ക്ഷീണം അങ്ങോട്ട് മാറുന്നുണ്ട് അല്ലേ? ഇവിടെ വന്ന് 2 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ക്ഷീണം മാറും. അപ്പൊ ഇനി പോവാം. അങ്ങനെ ഒരു 1:40 ആയപ്പോൾ തിരിച്ച് നമ്മൾ ഇവിടെ ഈ മുക്കാലിയിലെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ നമ്മൾ യാത്ര തുടങ്ങി അവിടെ എത്തിയിട്ടോ. അവിടെ ഒരു വനശ്രീ എക്കോ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അതായത് ഈ ആദിവാസികൾ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കളൊക്കെ, കാട്ടുതേനും അതുപോലെയുള്ള എന്തൊക്കെ സംഭവങ്ങളൊക്കെ. മുളയാരി ഇവിടെ കിട്ടും ഇപ്പോൾ ഉണ്ടോ? ഷോപ്പിലുണ്ടാവും. മുളയാരി ഞാൻ വയനാട് ചോദിച്ചപ്പോയി, വയനാട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഈ റോഡ് സൈഡിൽ കുറെ പായസം വെക്കുമല്ലോ, അതൊക്കെ ആസാമെന്നോ അരുണാചൽ പ്രദേശിനൊക്കെ കൊണ്ടുവരുന്ന അത്രേ. എന്തായാലും അങ്ങനെ കുറേ സംഭവങ്ങൾ, അതുപോലെ തന്നെ സോവനീറൊക്കെ കിട്ടും. സൈലന്റ് വാലി എന്നൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ടീഷർട്ടുകളൊക്കെ അവിടെ വാങ്ങാൻ കിട്ടും. നമ്മളെന്തായാലും അവിടെ ഫുഡ് റെഡിയാണ് അത്രേ, അതാണല്ലോ മുഖ്യം. പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നിട്ടില്ല അല്ലേ? ചോറുണ്ട്, സാമ്പാറുണ്ട്, പപ്പടം, ക്യാബേജ് തോരൻ, പയറ്, പിന്നെ എരിശ്ശേരി, മത്തനെരിശ്ശേരി, പിന്നെ അച്ചാർ അപ്പം കിട്ടിയില്ല, പിന്നെ രസമുണ്ട്. അതല്ല അച്ചാർ നമുക്ക് അപ്പം തന്നില്ല. ഒരു അച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര വിഷമായിരുന്നു അച്ചാറിലായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അവിടെ ടേബിളിൽ ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ട്. അതെ, ബാക്കി ആൾക്കാരൊക്കെ എത്തി തുടങ്ങിട്ടോ. രാവിലെ ബസ് പുറപ്പെടുമ്പോൾ തന്നെ മൊത്തത്തിൽ നമ്മളൊരു ഐറ്റിനറിയും ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ പറഞ്ഞിരുന്നു പുട്ടും കടലും രാവിലെ, പിന്നെ അവിടെ ചെന്നിട്ട് ചായ, ഉച്ചക്ക് വെജിറ്റേറിയൻ മീൽസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫെബിന്റെ കണ്ണൊക്കെ അങ്ങോട്ട് വിടർന്നു. ഭയങ്കര ഇഷ്ടമുള്ള അല്ലേ? നീ കടം വാങ്ങി വന്നാണെങ്കിലും ഡ്രസ്സ് കറക്റ്റ് മാച്ചാണ്. അല്ല അത് മാച്ചല്ല, നല്ല ഭംഗിയുണ്ട് ഡ്രസ്സ് കേട്ടോ. കടം വാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിയമോളുടെ ഡ്രസ്സാണല്ലേ? നിങ്ങൾ ലേറ്റ് ആയല്ലോ. സാധാരണ ഞങ്ങളാ ലേറ്റ് ആണ്. ലഞ്ചിന്റെ സമയത്ത് ഞങ്ങൾ മുമ്പിലെത്തി. കാട്ടിത്തരുവേനെല്ലാവർക്കും കാട്ടിൽ പോണ വഴിയറിയാം ഞാൻ. കാട്ടിത്തരുവേനെല്ലാവർക്കും കാട്ടിത്തരുവേനെല്ലാവർക്കും. നന്ദി. നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം കേട്ട കവിത ചൊല്ലിത്തന്നത് ഇദ്ദേഹമാണ് കേട്ടോ. പേരെന്താണ്? പ്രണവ് സായ്. എവിടെയാണ് വീട്? തെങ്കര. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 6ാം ക്ലാസ്സിലേക്കാണ്. ഇനി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. താങ്ക് യു. പക്ഷെ ഇത്രയും വരികൾ ഓർത്തിരിക്കണ്ടേ? ബേജാറാവരുത്. അട്ട കഴിക്കുമ്പോൾ നമ്മൾ സംയമനം പാലിക്കണം. എവിടെ 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 ഇവിടെ നിക്ക് അട്ട എന്നെ കടിച്ചിട്ടില്ല അഹങ്കാരം പറഞ്ഞ് നടക്കുന്നത്.
സെറ്റ് സാധനം അത് മുഴുവൻ നിന്റെ ബ്ലഡ് ആട്ടോ. ബി പോസിറ്റീവ് അല്ലേ? സെറ്റ്. ആ നടക്കുമ്പോഴൊന്നും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിട്ട് അട്ട ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടേ കേട്ടോ. അത് ലാസ്റ്റ് എന്നെ മാത്രം കടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കായിരുന്നു. സാരല്ല ബ്രോ, സാരല്ല. അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. ആ അട്ട കുറെ കടിക്കുമ്പോൾ പിന്നെ ആ പേടിന് മാറും. പണ്ട് എനിക്കും പേടിയായിരുന്നു. എല്ലാവരും പോയി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്തിനുള്ള മുക്കാലി എന്ന് പറയുന്ന ജംഗ്ഷനിലേക്ക് പോയിട്ടോ. കുറച്ച് പേര് ബസ്സിൽ പോയി, കുറച്ച് പേര് നടന്നിട്ടും പോയി. അവിടുന്ന് പിന്നെ ഒരു ഷോപ്പിംഗ് ടൈം ആയിരുന്നു. അവിടെ ഈ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കടകളൊക്കെ ഉണ്ട്. അതുപോലെ തേന്, മറ്റ് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. ഒരു ചെറിയ അങ്ങാടിയാണ്. ഞങ്ങളെപ്പോഴും അട്ടപ്പാടിക്ക് പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു. കുറേ പേരൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം വീണ്ടും എല്ലാവരും ബസ്സിൽ കയറിയിട്ട് അവിടുന്ന് പുറപ്പെടുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു യാത്ര പോകുമ്പോൾ നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷനിലെ കാഴ്ചകളെക്കാളൊക്കെ എനിക്ക് ഭയങ്കര രസമായി തോന്നുന്നൊരു കാര്യം ഈ ബസ്സിലുള്ള യാത്ര കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യാറുണ്ടെങ്കിൽ പോലും നമ്മൾ സാധാരണ ജീവിതത്തിലെ യാത്രകൾക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ആ ചെയ്യാനുള്ള കാര്യങ്ങളുടെ സമ്മർദ്ദം നമ്മുടെ മേലുണ്ടാവും. അങ്ങനെയൊക്കെ പല ചിന്തകളൊക്കെ ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക. ഈ ഒരു യാത്രയിൽ നമുക്ക് പ്രത്യേകിച്ച് ടെൻഷൻസ് ഒന്നുമില്ല. നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ കൂടെ KSRTC ഇങ്ങനെ പോകുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. പണ്ട് വൈറലായ ഡയലോഗ് പോലെ അതൊരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ. സത്യമാണ്, ശരിക്കും അനുഭവിച്ച് മനസ്സിലായതാണ്. അതിപ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ട്രിപ്പ് പോയാലും നല്ലതായിരിക്കും. എന്തായാലും അങ്ങനെ ഈ KSRTC ബസ്സിൽ കുറച്ചും കൂടി ദൂരം പോയതിന് ശേഷം നമ്മൾ ഭവാനിപ്പുഴ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇറങ്ങി കേട്ടോ. അട്ടപ്പാടി യാത്ര ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഭവാനിപ്പുഴയുടെ എവിടെയെങ്കിലും ഒരു ഭാഗത്തൊന്ന് ഇറങ്ങിയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. വേണമെങ്കിൽ കുറച്ച് കല്ല് പറിക്കും. ബസ്സിലല്ലേ കുറേ കൊണ്ടുപോകാം. മണ്ണാർക്കാട് വരെ പോവാം. ശരിക്കും നമ്മുടെ ഐറ്റിനറിയിൽ സൈലന്റ് വാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നരസിംഹക്കായിരുന്നു കേട്ടോ. നരസിംഹക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പോരാനൊക്കെ തീരുമാനിച്ചതൊക്കെ. അതായത് നരസിംഹക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ പക്ഷേ ഇവർക്ക് ചെറിയ ബസ്സാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ചെറിയ ബസ്സിന് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ബസ് മാറ്റി വലുതാക്കി. അപ്പോൾ വലിയ ബസ് ആ റോഡിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ റോഡാണ്, കുറച്ച് ഡേഞ്ചറുമാണ്. അത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് കൺഫ്യൂഷനാണ്. അപ്പോൾ എന്തായാലും അവർ പിന്നെ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മളെ നാട്ടില് എല്ലാവരും ഒരുവിധം അവിടെ പോയതാണ്. പിന്നെ അതിനേക്കായൊക്കെ ഭംഗി അട്ടപ്പാടി തന്നെയല്ലേ. അതെ അതെ. പിന്നെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെറുതെ ഒന്ന് ഓടി നോക്കാം. പറ്റുകയാണെങ്കിൽ നരസിംഹക്ക് പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അട്ടപ്പാടി കുറച്ച് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പം എന്തായാലും ഇവിടെ ഇറങ്ങിയ രസമായിട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു. അതെ അതെ. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അട്ടപ്പാടിൻ്റെ കുറച്ച് സംഭവം കണ്ടതുപോലെയാണ് ഭവാനിപ്പുഴ കാണുമ്പോൾ തന്നെ. ഭവാനിപ്പുഴ അറിയാലോ, കിഴക്കോട്ടൊഴുകുന്ന 3 നദികളിൽ ഒന്നാണ്. ബാക്കിയുള്ള എല്ലാ നദിയും ഒഴുകുന്നത് പടിഞ്ഞാറോട്ടാണ്. ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞ കേട്ടോ. എന്തായാലും വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രം. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെയൊക്കെ വന്നിട്ട് കുളിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ എന്നാലും വരുമ്പോൾ ഒരു രസമാണ്. എടാ അങ്ങോട്ടൊക്കെ നോക്കി പശ്ചാത്തലമൊക്കെ എന്ത് രസമാണ് കാണാൻ. അങ്ങനെ കുറേ സമയം നമ്മുടെ ആ ഭവാനിപ്പുഴയുടെ തീരത്ത് ചിലവഴിച്ചു കേട്ടോ. നമ്മുടെ കൂടെ വന്ന എല്ലാ ആളുകളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പലരും പുഴയിലൊക്കെ ഇറങ്ങിയിട്ട് കളിക്കുന്നുണ്ട്. ചിലരൊക്കെ അവിടെ കല്ലുകളിലൊക്കെ ഇരുന്നിട്ട് ഓരോ ഗ്യാങ്ങും അവരവർക്ക് ഓരോ ഇടങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ ഇരുന്ന് അവർ സംസാരിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയത്തിന് ശേഷം വീണ്ടും അവിടുന്ന് നമ്മളെല്ലാവരും ബസ്സിൽ കയറിയിട്ട് പുറപ്പെട്ടു കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ നരസിംഹക്ക് പോകാൻ പറ്റില്ല ഈ ബസ്സും കൊണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും വെറുതെ അട്ടപ്പാടിയുടെ ഉൾഭാഗങ്ങളിലൂടെ പോകാൻ പറ്റുന്ന റോഡുകളിലൂടെ ഒന്ന് കറങ്ങാമെന്ന് ഡ്രൈവർ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പറ്റുന്ന കുറേ സ്ഥലങ്ങളിലൂടെ വെറുതെ ബസ്സിൽ ഇങ്ങനെ കറങ്ങിട്ടോ. എവിടെയും ഇറങ്ങിയതൊന്നുമില്ല, ചുമ്മാ കുറച്ച് സമയം നമ്മളിങ്ങനെ ബസ്സിൽ അട്ടപ്പാടിയുടെ ഉൾഭാഗങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി ബസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ അട്ടപ്പാടിയുടെ പുറം കാഴ്ചകളൊക്കെ കണ്ടു. അട്ടപ്പാടിയുടെ വിവിധമായിട്ടുള്ള മാറി മാറി വരുന്ന ടെറൈനൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. രസമാണ് പുറത്തേക്ക് നോക്കിയിരിക്കാൻ. വേറെ വലിയ കാഴ്ചകളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പുറം കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ട് ബസ്സിലിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ കുറേ സമയം പോയിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടോ. അവിടെ ചെറിയ പ്രശ്നമുണ്ടായി. പ്രശ്നമല്ല, ബസ്സൊന്ന് റിവേഴ്സ് ഇട്ട സമയത്ത് അവിടെ സർവീസ് ലൈനിൽ തട്ടിയിട്ട് നേരത്തെ ചെറുതായിട്ട് പൊട്ടി നിന്നിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അത് നന്നായിട്ട് പൊട്ടി. ആ പോസ്റ്റ് ഇങ്ങനെ ചാഞ്ഞ് നിന്ന് കുറച്ച് ഇഷ്യൂ ഉണ്ടായി. അവിടുത്തെ കടക്കാരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് KCBൻ്റെ ആളുകളൊക്കെ വന്നിട്ടാണ് പിന്നെ പ്രശ്നം സോൾവ് ചെയ്തത്. പിന്നെ അവിടെ നിന്നും നമ്മൾ വീണ്ടും എല്ലാവരും ബസ്സിൽ കയറിയിട്ട്
തിരിച്ച് പോവുമായിരുന്നു. അങ്ങനെ കുറേ ദൂരം ഓടിയിട്ട് നമ്മൾ ചുരമൊക്കെ ഇറങ്ങിയതിന് ശേഷം മണ്ണാർക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ തന്നെ തിരിച്ചെത്തി. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി കുറേ ആൾക്കാരടുത്ത് യാത്രയൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, കാണാം. ശരി 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 കണ്ടു ആയിക്കോട്ടെ, ശരി കാണാം. അപ്പോൾ ശരി, ഓക്കെ, ശരി, അടിപൊളി, സന്തോഷം, അടിപൊളി, വീണ്ടും കാണാം. അപ്പോൾ കാണാം, ശരി. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. അല്ല, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര അടിപൊളി എക്സ്പീരിയൻസ്. ഒരു സിമ്പിൾ പരിപാടിയാണ്. ഒരു വൺ ഡേ, വലിയ ടെൻഷനും ഇല്ല, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട. ഇതിൽ പറയുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമ്മളിപ്പോൾ അല്ലാതെ സൈലന്റ് വാലി കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യണം, ഓരോ കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ ഒക്കെ നമ്മളെ അറിയണ്ടേ. ഇതെല്ലാം അവർ സെറ്റാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു പ്ലാനാണ്, ഇഷ്ടപ്പെട്ടു, വലിയ ചിലവുമില്ല. പിന്നെ സൈലന്റ് വാലി ഞാൻ പ്രതീക്ഷിച്ച പോലെ അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്തായാലും ലൈഫിൽ ഒരു തവണ അത് വിസിറ്റ് ചെയ്യാം. അതെ അതെ അതെ, പോകേണ്ട സ്ഥലമാണ്. നമ്മൾ ഇത്ര ആ താലൂക്കിൽ തന്നെ കടന്നിട്ട് അതാണ് ഒന്നാമത്. ഞാനത് എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. നമ്മുടെ നാട്ടിലൊരു നാഷണൽ പാർക്ക് ഉണ്ടായിട്ട് നമ്മളത് പോയിക്കോളും, ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ തട്ടി നീങ്ങി പോയതാണ്. പിന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് ബുക്ക് ചെയ്തത്. അതാ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എന്തായാലും ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോട്ടെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഞാനൊരു കാര്യം എന്തായാലും തീരുമാനിച്ചു, KSRTC ഇങ്ങനെ കുറേ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫെബി ഇനി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതെ അതെ, എനിക്ക് വേറെ കുറേ സ്ഥലങ്ങൾ കാണണം. അപ്പോൾ ആയിക്കോട്ടെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.